गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിലെ 46ാമത് ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ആദ്യത്തെ പ്രശ്നം കോ വർദ്ധതേ എന്നായിരുന്നു. ആരാണ് വളരുന്നത്, വലുതാകുന്നത്? അതിന് മറുപടി പറഞ്ഞു വിനീതഃ, വിനീതനാണ്, വിനയമുള്ളവനാണ്. വിനയം, നമ്രത ഉള്ളയാൾ വളരുന്നു. ഉടനെ അടുത്ത ചോദ്യം വരികയാണ് കോവാ ഹീയേത, ആര് ക്ഷയിക്കും, ആര് ക്ഷയിക്കും? അപ്പോൾ വളരുന്നത് വിനീതനാണ്. അപ്പോൾ വരുന്ന ചോദ്യമാണ് ആര് ക്ഷയിക്കും? യോദൃപ്തഃ, ആരാണോ ദുരഹങ്കാരി, അഹങ്കാരത്തോടു കൂടിയവൻ. അഹങ്കാരത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ ദുരഭിമാനത്തോടു കൂടിയവൻ, ദുരഹങ്കാരത്തോടു കൂടിയവൻ, അയാൾ നിശ്ചയമായും ക്ഷയിക്കും. ജീവിതത്തിൽ നമ്മുടെ അധഃപതനത്തിന് ഏറ്റവും വലിയ കാരണമാണ് ദുരഹങ്കാരം. വാസ്തവത്തിൽ ഒന്നിൻ്റെ പേരിലും നമുക്ക് അഹങ്കരിക്കാനില്ല, ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അപ്പോൾ അഹങ്കാരം എന്നുള്ളത്, ദുരഹങ്കാരം എന്നുള്ളത് അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ആ അറിവില്ലായ്മ കൊണ്ട് തീർച്ചയായിട്ടും ക്ഷയമാണ് ഏർപ്പെടുക. തുടർന്ന് ചോദിക്കുകയാണ് കോ നഃ പ്രത്യേതവ്യഃ, കഹ ന പ്രത്യേതവ്യഃ. പ്രത്യേതവ്യഃ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യോഗ്യൻ, വിശ്വാസയോഗ്യൻ. കഹ ന പ്രത്യേതവ്യഃ, ആരാണ് വിശ്വാസയോഗ്യനല്ലാത്തത്? ഈ ലോകത്തിൽ വ്യവഹാരത്തിൽ ആരെ വിശ്വസിക്കാൻ കൊള്ളില്ല? മറുപടി ലളിതമാണ്, നുണ പറയുന്ന ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് തന്നെയാണ് പറയണത്. യഹ ച ശശ്വത് അനൃതം ബ്രൂതേ, യഹ അനൃതം ബ്രൂതേ, യാതൊരുവൻ അസത്യം പറയുമോ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അസത്യം പറയുന്ന ആൾ ഒരിക്കലും വിശ്വാസയോഗ്യനല്ല. ഒരിടത്ത് ഒരാളോട് അസത്യം പറയുന്നുവെങ്കിൽ ഉറപ്പാണ് അയാൾ എല്ലായിടത്തും അസത്യം പറയും. ഒരിടത്ത് അസത്യം പറയുന്നവന് മറ്റൊരിടത്തും അസത്യം പറയാം. ഒരാളോട് അസത്യം പറയുന്ന ഒരാൾക്ക് മറ്റൊരാളോടും പറയാം. കാരണം അസത്യം പറയുക എന്നുള്ളത് ഒരു സ്വഭാവ വിശേഷമാണ്. അപ്പോൾ അസത്യം പറയുന്നവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെ ഒരു വിശേഷമുള്ളത് ബ്രൂതേ യശ്ച അനൃതം ശശ്വത് എന്നാണ്. ശശ്വത്, എപ്പോഴും എപ്പോഴും നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ പ്രയോഗം കാണുമ്പോൾ നമുക്കൊരു സംശയം വരുന്നുണ്ട്. ആര് നുണ പറയുമോ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാം. പക്ഷേ എപ്പോഴും നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നുണ പറയാമെന്നാണോ അഭിപ്രായം? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യമാണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നോക്കൂ, കുത്രാനിർദേപ്യപാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. കുത്രാനിർദേപ്യപാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. കുത്ര അനിർദേ അപി അപാപം. അനൃതം, അസത്യം. ഋതം സത്യം ഇവ സമാനാർത്ഥകങ്ങളാണ്. ഇനി രണ്ട് ശബ്ദവും പ്രയോഗിക്കുമ്പോൾ ഋതശബ്ദത്തിന് ആത്യന്തികമായ സത്യമെന്നും
സത്യശബ്ദത്തിന് എല്ലാ പ്രകാരത്തിലുമുള്ള സത്യമെന്നും അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ അസത്യം പറഞ്ഞാലും പാപമില്ലാത്തത് എവിടെയാണ്? ഇതാണ് ചോദ്യം. പാപകരമല്ലാത്ത അസത്യം ഏതാണെന്നാ ചോദ്യം. ഇവിടെ വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമുണ്ട്. ശ്രുതി വ്യക്തമായി ഒരു കാരണവശാലും അസത്യം പറയരുതെന്ന് നിർദ്ദേശിക്കുന്നു. സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ എന്നുള്ളതിന് എല്ലാ സത്യവും വിളിച്ച് പറയണമെന്ന് അർത്ഥമില്ല. പക്ഷെ ഒരു കാരണവശാലും അസത്യം പറഞ്ഞുകൂടാ. ഇതാണ് ശ്രുതിയുടെ പക്ഷം. എന്നാൽ സ്മൃതികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അസത്യഭാഷണം പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് രോഗിയോട് തമാശയ്ക്ക്, വിവാഹ വിഷയത്തിൽ, സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ അസത്യം പറയുന്നതിനെക്കുറിച്ച് സ്മൃതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രുതിയാകട്ടെ ഒരു കാരണവശാലും അസത്യം പറയരുതെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. അസത്യം പറയുന്ന ആൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകുമെന്നാണ് ശ്രുതി പറയുന്നത്. വേരോടുകൂടെ ഉണങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ മൂലത്തോട് സമൂലം നശിക്കുക എന്നർത്ഥം. അത്ര പോലും അസത്യം പറയരുത് എന്നുള്ളതാണ് ശ്രുതിയുടെ പക്ഷം. എന്നാൽ സ്മാർത്ഥമായിരിക്കുന്ന പക്ഷത്തിനനുസരിച്ച് ചില സന്ദർഭം പറയുന്നു. ആ സന്ദർഭത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കുത്ര അനൃതേ അപി അപാപം. അനൃതേ അപി, അസത്യത്തിലും, കുത്ര അപാപം, എവിടെയാണ് പാപമില്ലാത്തത്? വെച്ചാൽ പാപം, അസത്യം പറഞ്ഞാലും പാപമില്ലാത്തത് എവിടെയാണ്? മറുപടി യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന അസത്യം പാപകരമല്ല. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന അസത്യം പാപകരമല്ല. ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി, ഈ പ്രപഞ്ച വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം കുലത്തെ നിലനിർത്താൻ വേണ്ടി, രാഷ്ട്രത്തെ നിലനിർത്താൻ വേണ്ടി, സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയൊക്കെ ഒരാൾ അസത്യം പറഞ്ഞാൽ അത് പാപകരമല്ല. ഇത് തീർത്തും വ്യാവഹാരിക തലത്തിലുള്ള ഒരു വർണ്ണനയാണ്. ഈ വിഷയം നമുക്ക് പുനഃ വിചാരത്തിന് വയ്ക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ.